So today again we are continuing from whatever we have discussed from previous class. So till here we had discussed yesterday. This is we have been discussing the course introduction, and we had a discussion about the initial part. So this is a course that will remind us of the Ramayana and the Mahabharata and lying on our grandmother's lap while listening to tales of old. It brings to us all the memories of love between a king and a commoner, the mystery of the missing signet ring, a son disowned because of a memory lapse as a result of a curse. So നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ പഠിച്ചത്. വളരെ വിശദമായിട്ട് നമ്മൾ എല്ലാം പഠിച്ചു. ഓക്കെ, നിങ്ങളത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര് വീഡിയോ കേട്ടിട്ട് അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കുക, നോട്ട്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത പോർഷൻ ഓഫ് കോർട്ട് ഇൻട്രീഗ്സ് ആൻഡ് ദ ഡിസ്റോബിംഗ് ഓഫ് എ വിമൻ of gentle birth till a grand battle between cousins is waged. അപ്പോ നമ്മുടെ ആ ലൈനിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം സത്യത്തില് ഇതെല്ലാം ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതായ ആ രണ്ട് സ്റ്റോറീസും അത് ആദ്യത്തെ ഒരു ബ്ലോക്ക് വരും, അടുത്തത് അടുത്ത ബ്ലോക്ക് വരും. ഇതിപ്പോ അടുത്ത മൂന്നാമത്തെ ബ്ലോക്കാണ്. ഈ ഓരോ ബ്ലോക്കും വളരെ വിശദമായിട്ട് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കുറച്ച് വിശദമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്കത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി, മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള എളുപ്പത്തിനാണ്. അപ്പോ അതിന്റെ ഞാൻ ആ സൈഡിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഈ നമ്മളതായ വായിച്ചതായ ആ കോട്ട് വരുന്നത് ഓഫ് കോർട്ട് ഇൻട്രീഗ്സ് ആൻഡ് ദ disrobing of a woman of gentle birth till a grand battle between cousins is waged. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ സെലക്ടഡ് ടെക്സ്റ്റ്, ഈ നമ്മൾ വായിച്ചതായ ടെക്സ്റ്റ് റെഫേഴ്സ്, അത് എന്തിനെ റെഫർ ചെയ്യുന്നതാണെന്ന് വെച്ചാലും എ സിഗ്നിഫിക്കന്റ് ഈവന്റ് ഇൻ ദ ഇന്ത്യൻ എപ്പിക് മഹാഭാരത. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈന്ദവ വിശ്വാസ പ്രകാരം രണ്ട് പ്രധാന ടെക്സ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാന ഇതിഹാസങ്ങളാണ് പ്രധാനമായും ഹൈന്ദവ മതത്തില് പരിഗണിക്കുന്നത്. അത് ഒന്ന് രാമായണം, മറ്റൊന്ന് മഹാഭാരതം. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് തന്നെ എന്താണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പൊ അതിലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോ രണ്ട് കാര്യങ്ങള് മഹാകാവ്യ, രണ്ട് പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് രാമായണം, മറ്റൊന്ന് മഹാഭാരത എന്നീ രണ്ട് മഹാകാവ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനകത്ത് മഹാഭാരത എന്ന് പറയും, മഹാഭാരത എന്ന മഹാകാവ്യം. ദ മഹാഭാരത ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ എപ്പിക്സ്. അപ്പോ മഹാകാവ്യങ്ങളിൽ ഒന്നാണ് എന്ത്, മഹാഭാരത എന്നുള്ളത്. മഹാകാവ്യങ്ങളിൽ ഒന്നാണ് മഹാഭാരത എന്നുള്ളത്. അത് എഴുതപ്പെട്ടിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് ഹിന്ദിയിലോ മറ്റു മലയാളത്തിലോ ഒന്നുമല്ല. അത് എഴുതപ്പെട്ടിരിക്കുന്നത് സാൻസ്ക്രിറ്റിൽ ആണ്. മഹാഭാരത എന്ന മഹാകാവ്യം എഴുതപ്പെട്ടിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. അത് മറന്നു പോകരുത്. മഹാഭാരത എന്ന മഹാകാവ്യം എഴുതപ്പെട്ടിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. ട്രഡീഷണൽ എന്ന് വെച്ചാൽ എന്താണ്, പാരമ്പര്യമായി അല്ലെങ്കിൽ കാലങ്ങളായി അല്ലെങ്കിൽ പണ്ടേ എങ്ങനെയാണ് ആട്രിബ്യൂട്ടഡ് ടു ദ സേജ് വ്യാസ. അപ്പോ വ്യാസമുനിയാണ്, വ്യാസമുനിയാണ് ഈ മഹാഭാരത എഴുതിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കുക. എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഇതെല്ലാം ഓർത്തു വെക്കുക. അപ്പോ വ്യാസമുനിയാണ് മഹാഭാരത എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. വ്യാസമുനിയാണ് മഹാഭാരതം എഴുതിയതെന്നാണ് വിശ്വസിക്കുന്നത്. അതെന്താ പറയുന്നത്, മഹാകാവ്യത്തിൽ എന്താ പറയുന്നത്? അതില് ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് രണ്ട് രാജ കുടുംബങ്ങളുടെ കഥയാണ്. ആരൊക്കെയാണ്? കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. കൗരവരും പാണ്ഡവരും എന്ന രണ്ട് കുടുംബങ്ങളുടെ കഥയാണ്
ഈ മഹാഭാരതത്തിൽ പറയുന്നത് കൗരവാസ് ആൻഡ് പാണ്ഡവാസ്, കൗരവരുടെയും പാണ്ഡവരുടെയും കഥയാണ് അതിൽ പറയുന്നത്. അവരാരാണ്? ടു റോയൽ ഫാമിലീസ്, അവര് രണ്ട് രാജകീയ കുടുംബങ്ങളാണ്. ഹു ഫൈറ്റ് ദ കുരുക്ഷേത്ര വാർ. ഈ വാർ നിങ്ങൾ ആ പേരൊക്കെ ഓർത്ത് വെക്കണം. അവർ ഏത് യുദ്ധമാണ് ഏത് യുദ്ധത്തിലാണ് ഏർപ്പെട്ടത്? ടു ഫൈറ്റ് ദ കുരുക്ഷേത്ര വാർ. കുരുക്ഷേത്ര യുദ്ധം എന്ന യുദ്ധത്തിലാണ് അവര് ഏർപ്പെട്ടത്. എന്നിട്ട് അതിനകത്ത് എന്താ പറയുന്നത്? ആൻഡ് എക്സ്പ്ലോർസ് ഡീപ് തീംസ്. അതിനകത്ത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ തത്വങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? ധർമ്മ, അതായത് ഉത്തരവാദിത്വങ്ങൾ, ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങൾ, അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവന്റെ കർത്തവ്യങ്ങൾ. പിന്നെന്താണ്? ജസ്റ്റിസ്, നീതി. ഡെസ്റ്റിനി, അവന്റെ എന്താണ്? അവന്റെ നമുക്കെന്ത് പറയാം? അവന്റെ നിത്യത, അവന്റെ അവസാനം, ഡെസ്റ്റിനി, അവന്റെ നിത്യത. ആൻഡ് ഹ്യൂമൻ നേച്ചർ, മാനുഷിക പ്രകൃതം എന്നീ തീംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെയാണ് തീംസ്? ധർമ്മ, ജസ്റ്റിസ്, ഡെസ്റ്റിനി ആൻഡ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ, അപ്പൊ മഹാഭാരതം എന്താണ്? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ എപ്പിക്സ് ആണ്. അപ്പൊ മഹാകാവ്യങ്ങളിൽ പ്രാധാന്യമുള്ള രണ്ട് മഹാകാവ്യങ്ങളിൽ ഒന്നാണ് ഏത്? മഹാഭാരത. കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ട്രഡീഷണലി ആട്രിബ്യൂട്ടഡ് ടു ദ സേജ് വ്യാസ. വ്യാസമുനിയാണ് ഇത് എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വ്യാസമുനിയാണ് എഴുതപ്പെട്ടതെന്ന് ട്രഡീഷൻ, പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. അതിലെന്താ പറയുന്നത്? ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. അപ്പം ഈ എന്തിലാണ്? മഹാഭാരതത്തിനകത്ത് എന്ത് കഥയാണ് പറയുന്നത്? കൗരവരുടെയും പാണ്ഡവരുടെയും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ് പറയുന്നത്. അവരാരാണ്? ടു റോയൽ ഫാമിലീസ്, രണ്ട് രാജകീയ കുടുംബങ്ങൾ. ഹു ഫൈറ്റ് ദ കുരുക്ഷേത്ര വാർ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏർപ്പെട്ട രണ്ട് രാജകീയ കുടുംബങ്ങളാണ് ആരൊക്കെ? കൗരവരും പാണ്ഡവരും. അതിനകത്ത് എന്തൊക്കെ തീംസ്, എന്തൊക്കെ തീമുകളാണ് പ്രാധാന്യത്തോടു കൂടി പറയുന്നത്? ഡ്യൂട്ടി, ധർമ്മ, അല്ലെങ്കിൽ എന്താണ്? ഡ്യൂട്ടി, ഒരാളുടെ ഉത്തരവാദിത്വങ്ങൾ. അയാൾ ആയിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള അയാളുടെ ഉത്തരവാദിത്വങ്ങൾ, അതൊരു പ്രധാനമാണ്. അയാൾ ആയിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള അയാളുടെ ഉത്തരവാദിത്വങ്ങൾ. ഡ്യൂട്ടി, ജസ്റ്റിസ്, നീതി, ഡെസ്റ്റിനി, നിത്യത ആൻഡ് ഹ്യൂമൻ നേച്ചർ, മാനുഷിക പ്രകൃതം. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ്, അത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് എന്തും കൂടെ അടങ്ങിയിട്ടുണ്ട്. ഈ മഹാഭാരതത്തിന്റെ എന്ത് അടങ്ങിയിട്ടുണ്ട്? ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ദ ഭഗവത്ഗീത. ഇതിനകത്താണ് ഭഗവത്ഗീത എന്ന സീക്രട്ട് ടെക്സ്റ്റ്, വിശുദ്ധ ഗ്രന്ഥമായ ഭഗവത്ഗീതയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയ്ക്ക് അല്ലെങ്കിൽ ഭഗവത്ഗീത എന്നതായ ഈ സീക്രട്ട് ടെക്സ്റ്റിനകത്ത് എന്താ പറയുന്നത്? എ സീക്രട്ട് ഡയലോഗ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുന. അപ്പോ എന്താണ്? അല്ലെങ്കിൽ അർജുനനും അതോടൊപ്പം തന്നെ കൃഷ്ണനും തമ്മിലുള്ള എന്താണ്? അവർ തമ്മിലുള്ള സീക്രട്ട് ആയിട്ടുള്ളതായ പവിത്രമായ സംഭാഷണമാണ് ഭഗവത്ഗീത എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഭഗവത്ഗീത എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഈ സീക്രട്ട് ഡയലോഗ്, എന്താണ്? പവിത്രമായ സംഭാഷണങ്ങൾ. ആരൊക്കെയാണ്? ലോർഡ് കൃഷ്ണ, കൃഷ്ണനും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനും അതോടൊപ്പം തന്നെ എന്താണ്? ആൻഡ് അർജുനനും തമ്മിലുള്ളതായ എന്താണ്? സംഭാഷണത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? വിച്ച് ഈസ് കൺസിഡേർഡ്, അതിനെങ്ങനെയാണ് പരിഗണിക്കുന്നത്? എ സ്പിരിച്വൽ, ആത്മീകവും ഫിലോസഫിക്കൽ, തത്വചിന്ത പ്രകാരവുമായ ട്രഷർ, തത്വചിന്ത പ്രകാരവുമായ എന്താണ്? കലവറയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോ ഈ ഭഗവത്ഗീതയെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ സ്പിരിച്വൽ, ആത്മീകവും ഫിലോസഫിക്കൽ, തത്വചിന്ത പ്രകാരവുമായിട്ടുള്ളതായ എന്താണ്? തത്വചിന്തകളുടെയും ഒരു കലവറയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് ആ ഭാഗം, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി നമ്മള് മഹാഭാരതമാണ് നമ്മളിപ്പോ കണ്ടത്. അതുപോലെ തന്നെ രാമായണം എന്ന് പറയുന്നത് എന്താണ്? മഹാകാവ്യം. രാമായണം എന്ന് പറയുന്നത് മഹാകാവ്യമാണ്. അതിലും എന്താണ്? ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ രാമായണത്തെയും ഹൈന്ദവർ കണക്കാക്കുന്നത്, ഹൈന്ദവ വിശ്വാസത്തിൽ കണക്കാക്കുന്നത്. രാമായണം എന്താണ്? ഈസ് വൺ ഓഫ് ദ 2 ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് എപ്പിക്സ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. അപ്പോ മഹാഭാരത പോലെ തന്നെ
എന്താണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു വളരെ പ്രാധാന്യമുള്ളതായ ഒരു മഹാകാവ്യമാണ് എന്ത് രാമായണ എന്നുള്ളത്. അപ്പൊ രാമായണ എന്നുള്ളത് എന്താണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായ ഒരു മഹാകാവ്യമാണ്. അതാരാണ് എഴുതിയത്? ഇറ്റ് വാസ് കമ്പോസ്ഡ്. അത് എഴുതിയത് ആരാണ് എന്നാണ് ഇത് എഴുതിയത് ആരെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? സേജ് വാൽമീകി മഹർഷി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ രാമായണ എഴുതിയത് ആരെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? വാൽമീകി മഹർഷി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാഭാരതമാണെങ്കിലോ മഹാഭാരതം എഴുതിയത് ആരാണ്? മഹാഭാരതം എഴുതിയത് ആരെന്നാണ് വിശ്വസിക്കുന്നത്? വ്യാസമുനി. മഹാഭാരതം എഴുതിയത് ആരാണ് വിശ്വസിക്കുന്നത്? വ്യാസമുനിയാണ് മഹാഭാരതം എഴുതിയതെന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ രാമായണ എഴുതിയത് ആരെന്നാണ് വിശ്വസിക്കുന്നത്? രാമായണ എഴുതിയത് വാൽമീകി മഹർഷി എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ രാമായണത്തില് ആൻഡ് കൺസിസ്റ്റ് ഓഫ് അറൌണ്ട് 24,000 വേഴ്സസ്. ഇതില് 24,000 വാക്യങ്ങളാണ് ഈ മഹാഭാരതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മഹാഭാരതത്തില് 24,000 വാക്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ മഹാകാവ്യം നറേറ്റ് ചെയ്യുന്നു, കഥ പറയുന്നു. അത് എന്ത് കഥയെ പറയുന്നത്? ദ ലൈഫ്, ജീവിതവും ആൻഡ് ജേർണി ഓഫ് ലോർഡ് രാമ, ഭഗവാൻ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഉള്ളതായ രാമൻ എന്ന ഭഗവാന്റെ എന്താണ് കണക്കാക്കുന്നത്? ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതവും അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ യാത്രകളുമാണ് ഈ പുസ്തകത്തില് അടങ്ങിയിരിക്കുന്നത്. അപ്പോ മഹാഭാരതത്തില് രാമായണത്തിൽ ഒക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ദ സ്റ്റോറി ഓഫ് റാം. അപ്പൊ റാം എന്നതായ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ളതായ റാം എന്നതായ ദേവന്റെ എന്താണ് അദ്ദേഹത്തിന്റെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതവും ജേർണി, അദ്ദേഹത്തിന്റെ യാത്രയെയും കുറിച്ചാണ് പറയുന്നത്. ഹിസ് എക്സൈൽ ടു ദ ഫോറസ്റ്റ്. താന് വനത്തിലേക്ക് താൻ എന്ത് ചെയ്ത് പോവുകയാണ്? വനവാസത്തിലേക്ക് നാട് കടത്തപ്പെടുക. അപ്പൊ വനവാസത്തിലേക്കായി വനത്തിലേക്ക് പോകുന്നു. ദ അബ്ഡക്ഷൻ ഓഫ് ഹിസ് വൈഫ് സീത ബൈ രാവണ. എന്ത് ചെയ്യുന്നുണ്ട്? രാവണൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം സീത അല്ലെങ്കിൽ സീതാദേവിയെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇവൻച്വൽ വിക്ടറി, അവസാനമായിട്ടുള്ള വിജയം ആർക്കാണ്? എന്തിന്റെ വിജയമാണ്? ഗുഡ് ഓവർ ഈവിൾ. നന്മയ്ക്ക് തിന്മയുടെ മുകളിലുള്ള അവസാനമായ വിജയത്തെയും നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഹൈലൈറ്റ്സ്. ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാന തത്വങ്ങൾ: ട്രൂത്ത്, സത്യം; ഡ്യൂട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വങ്ങൾ; അതോടൊപ്പം തന്നെ ലോയൽറ്റി ആൻഡ് റൈറ്റ്യസ്നെസ്. ലോയൽറ്റി എന്ന് വെച്ചെന്താണ്? ലോയൽറ്റി എന്ന വാക്കിന്റെ ഞാൻ കറക്റ്റ് മലയാളം നോക്കിയോട്ടെ. ലോയൽറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബീയിങ് ഫെയ്ത്ത്ഫുൾ, ട്രസ്റ്റ് വർത്തി ആൻഡ് സപ്പോർട്ടീവ്. അതായത് വിശ്വസ്തയോടുകൂടി ഇരിക്കുക. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തയോടുകൂടി ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ള തീംസ് എല്ലാം അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പം രാമായണത്തിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്? അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങള്: ട്രൂത്ത്, സത്യം; ഡ്യൂട്ടി, ധർമ്മം; ലോയൽറ്റി, വിശ്വസ്തത; ആൻഡ് റൈറ്റ്യസ്നെസ്, നീതി. ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടും എന്ത് ചെയ്യപ്പെടുന്നത്? പറയപ്പെടുക. അതിനകത്തുള്ള തീംസ്, അതിനകത്തുള്ള തത്വങ്ങളാണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. രാമായണ ആൻഡ് മഹാഭാരത ആർ ഡീപ്ലി കണക്റ്റഡ് ടു ഹിന്ദുയിസം. ഹിന്ദുയിസവുമായിട്ട്, ഹൈന്ദവ വിശ്വാസവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏതൊക്കെ? രാമായണവും മഹാഭാരതവും. ബോത്ത് സ്പിരിച്വലി ആൻഡ് കൾച്ചറലി, ആത്മീകവുമായും അതോടൊപ്പം തന്നെ കൾച്ചർ, ആത്മീകമായിട്ടും അവരുടെ എന്താണ് ഹൈന്ദവ സംസ്കാര പ്രകാരവും, ഹൈന്ദവ സംസ്കാരവും ആത്മീക പ്രകാരവുമായിട്ടും ഈ രണ്ട് പുസ്തകങ്ങളും ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെ സേക്രഡ് ടെക്സ്റ്റ്, വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടാണ് ഒത്തിരി പേര് കണക്കാക്കുന്നത്. ഇവയെ
ഗ്രന്ഥങ്ങളായിട്ടാണ് ഒത്തിരി പേര് കണക്കാക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം കൂടെയുണ്ട്. എന്നാലും ദേ ആർ നോട്ട് ക്ലാസിഫൈഡ് ആസ് ശ്രുതി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രുതി ആൻഡ് സ്മൃതി. ഇത് നിങ്ങൾ ഹിന്ദു ഫിലോസഫിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ശ്രുതി, SRUTI, ശ്രുതി ആൻഡ് സ്മൃതി. ഇവിടെ ശ്രദ്ധിക്കുക, ശ്രുതി എന്നുള്ളതിനകത്ത്, ശ്രുതി, നമ്മൾക്ക് ശ്രുതി എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് അല്ലെ, കേട്ടത്. അപ്പം അതിനകത്താണ് വേദാസ് ഒക്കെ വരുന്നത്. ശ്രുതിയിലാണ് വേദാസ് ഒക്കെ വരുന്നത്. സ്മൃതി എന്നുള്ളത് റിമെമ്പേർഡ് നോളജ്, അതായത് ഓർത്തെടുത്ത അറിവുകൾ എന്നാണ് സ്മൃതി എന്നുള്ള അതിനകത്ത് വരുന്നത്. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് കേൾക്കുന്നതും സ്മൃതി എന്നുള്ളത് ഓർത്തെടുക്കപ്പെടുന്നതായ നോളജും എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളണം, നിങ്ങൾ ബുക്കിൽ എഴുതി എടുത്തോളണം. അപ്പൊ ശ്രദ്ധിക്കുക, ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? കേൾത്തത്. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? റിമെമ്പേർഡ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഓർത്തെടുത്തതായ അറിവുകൾ. ഇനി ശ്രദ്ധിക്കുക, they are seen as spiritual guides that explain and model Hindu values like dharma, karma, bhakti and moksha. അപ്പോ ഇവ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? സ്പിരിച്വൽ ഗൈഡ്സ്, ആത്മീക ഗൈഡുകളായിട്ടാണ്. ഇവ എന്തൊക്കെയാണ് ഇത് വിവരിക്കുന്നത്? ഹിന്ദു വാല്യൂസ്, ഹൈന്ദവ മൂല്യങ്ങളായ ധർമ്മ, ഡ്യൂട്ടി, ഉത്തരവാദിത്വങ്ങൾ, കർമ്മ, അതായത് ആക്ഷൻ, പ്രവൃത്തികൾ, ഭക്തി അറിയാലോ, ഡിവോഷൻ ആൻഡ് മോക്ഷ എന്ന് വെച്ചാൽ ലിബറേഷൻ. നമ്മളെന്താ മോക്ഷ എന്ന് വെച്ചാൽ ലിബറേഷൻ, അതായത് ഒരു മനുഷ്യന്റെ പുനർജനനത്തിൽ നിന്ന് അവൻ ആ ഒരു ലൈഫ് ബർത്തിൽ, അതായത് ലൈഫ് സൈക്കിളിൽ നിന്ന് അവൻ മോചിക്കപ്പെട്ടു പോകുന്നതായ അവസ്ഥ. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് രാമായണത്തില് ഇതൊക്കെ ഓർത്തു വയ്ക്കുക. ലോർഡ് ഭഗവാൻ രാമൻ ഈസ് കൺസിഡേർഡ്, അദ്ദേഹത്തെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇൻകാർനേഷൻ ഓഫ് വിഷ്ണു, അതായത് അവതാർ, അതായത് വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ലോർഡ് രാമൻ എന്ന അദ്ദേഹത്തെ എങ്ങനെ കണക്കാക്കുന്നത്? വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. സീതാദേവി എങ്ങനെ കണക്കാക്കുന്നു? റിവേർഡ് ആസ് ആൻ ഇൻകാർനേഷൻ ഓഫ് ലക്ഷ്മി ദേവിയുടെ എന്താണ്? ഇൻകാർനേഷൻ, അവതാരമായിട്ടാണ് സീതാദേവിയെ ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തില് ലോർഡ് കൃഷ്ണയും എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഭഗവാൻ കൃഷ്ണനെയും ഹൈന്ദവ വിശ്വാസത്തിൽ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് ഹൈന്ദവ വിശ്വാസത്തിന് കണക്കാക്കുന്നത്. പ്ലേസ് എ സെൻട്രൽ ലോഡ് എസ്പെഷ്യലി ഇൻ ദ ഭഗവത്ഗീത, എ കോർ സ്പിരിച്വൽ ടെക്സ്റ്റ് ഇൻ ഹിന്ദുയിസം. അപ്പോ ഭഗവത്ഗീതയില് അങ്ങനെയാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രുതിയും സ്മൃതിയും തമ്മിൽ നിങ്ങൾ തിരിച്ചറിയണം. ശ്രുതി എന്ന് പറയുന്നത് എന്താണോ കേട്ടത് അതാണ് ശ്രുതി എന്ന് പറയുന്നത്. എന്താണോ കേട്ടത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത്. Texts that are believed to be divinely revealed and eternally existing, heard by ancient sages during deep meditation. നമുക്കറിയാം, മഹർഷിമാരൊക്കെ എന്ത് ചെയ്യും? അവര് ഹിമാലയ സാനുക്കളിലൊക്കെ പോയിരുന്ന ദീർഘ വർഷങ്ങൾ അവര് തപസ് ചെയ്യും. അപ്പോ അവരെന്താണ്? മറ്റ് സുഖ സൗകര്യങ്ങളിൽ നിന്നൊക്കെ വേറിട്ടിരുന്ന് അവരെന്ത് ചെയ്യും? തപസ് ചെയ്യും. ഈ തപസ് എന്നുള്ളത് കേവലം ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല, എല്ലാ വിശ്വാസത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്ത്യൻ സന്യാസിമാര്, ഗ്രീസിലൊക്കെ ക്രിസ്ത്യൻ സന്യാസിമാര് വലിയ മലയുടെ മുകളിൽ കയറി തനിയെ ഇരുന്ന് തപസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സന്യാസിമാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ സന്യാസം എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. അപ്പൊ അതിന് ഈ ഹൈന്ദവ സന്യാസിമാര് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് എന്താണ്? ദാറ്റ് ആർ ബിലീവ്ഡ് ടു ബി ഡിവൈൻലി റിവീൽഡ്, അതായത് എറ്റേണലി എക്സിസ്റ്റിംഗ്, പണ്ടേ ഉണ്ടായിരുന്നത് അവർക്ക് എന്ത് ചെയ്തപ്പെട്ടു? അവർക്കത് വെളിവാക്കപ്പെട്ടു കൊടുത്തു.
അപ്പൊ അവര് കേട്ടതാണ് പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്നതായ ആ എന്താണ് പണ്ടേക്ക് ഉണ്ടായിരുന്നതായ ആ അറിവ് പണ്ടേക്ക് ഉണ്ടായിരുന്നതായ ആ അറിവ് അവർക്ക് എന്ത് ചെയ്തപ്പെട്ടു, അവർക്ക് അതിനെ വെളിപ്പെടുത്തി കൊടുത്തു. അവരത് കേട്ടു. അവര് ഭയങ്കരമായ രീതിയിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കത് കേൾക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെ ഹയസ്റ്റ് അതോറിറ്റി ഇൻ ഹിന്ദുയിസം, ഹൈന്ദവ വിശ്വാസത്തില് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് അവയെ കണക്കാക്കുക. കാരണം ഇത് ഋഷിമാര് കേട്ടതാണ്, മഹർഷിമാര് കേൾക്കുകയും അവർ എഴുതി വെക്കുകയും ചെയ്തതാണ്. അവർ കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തതായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ശ്രുതിയെ കണക്കാക്കുന്നത്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? വേദങ്ങൾ, വേദങ്ങൾക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, ഇങ്ങനെ 4 രീതിയിലുള്ള വേദങ്ങളാണ് പറയുന്നത്. പിന്നെ എന്തുണ്ട്? ഉപനിഷത്തുകളുണ്ട്, ബ്രാഹ്മണാസ് ഉണ്ട്, അരണ്യകാസ്, ബ്രാഹ്മണാസ്, അരണ്യകാസ്, ഇതൊക്കെയും നമുക്ക് ശ്രുതിയിൽ കാണാൻ പറ്റും. അപ്പൊ ശ്രുതിയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഹൈന്ദവ വിശ്വാസത്തിൽ കണക്കാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് ദാറ്റ് ആർ ബിലീവ്ഡ് ടു ബി ഡിവൈൻലി റിവീൽഡ് ആൻഡ് എറ്റേണലി എക്സിസ്റ്റിംഗ്. അപ്പൊ പണ്ടേ നിലനിന്നിരുന്നതായ കാര്യങ്ങൾ അവർ കേട്ടു, മഹർഷിമാർ അത് കേൾക്കുകയും അത് എഴുതുകയും ചെയ്തതിനെയാണ് എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത്. അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക, മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ സ്മൃതി എന്ന് പറഞ്ഞാല് ദാറ്റ് വിച്ച് ഈസ് റിമെമ്പേർഡ്, ഓർത്തെടുത്തത്. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? ഓർത്തെടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇതിനകത്ത് ഈ സ്മൃതി എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് കെട്ടുകഥയാണോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമാണേ പറയുന്നത്. അപ്പൊ വെറുതെ മെയ്ഡ് സ്റ്റോറി ആണോ? പക്ഷെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിൽ അത് അങ്ങനെയല്ല. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? ടെക്സ്റ്റ് കമ്പോസ്ഡ് ബൈ സേജസ്, ഋഷിമാരാൽ എഴുതപ്പെട്ടത് തന്നെയാണ്. ബേസ്ഡ് ഓൺ മെമ്മറി ആൻഡ് ട്രഡീഷൻ, അവരുടെ ഓർമ്മയിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമൊക്കെ അവർ എഴുതിയതായതാണ് സ്മൃതികളിൽ വരുന്നത്. ദീസ് ആർ നോട്ട് റിവൈൻഡ് റെവലേഷൻ. നമ്മൾ എന്താണ് ശ്രുതിയിൽ കണ്ടതുപോലെ അത്രത്തോളം അത്രത്തോളം അതോറിറ്റി ഇവയ്ക്ക് നൽകുന്നില്ല. ദ നോട്ട് ഡിവൈൻ റെവലേഷൻ, അത്രത്തോളം അതോറിറ്റി ഇവയ്ക്ക് നൽകുന്നില്ല. പക്ഷെ എങ്കിലും ഈ സ്മൃതിയെയും പ്രാധാന്യത്തോടു കൂടിയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ കണക്കാക്കുന്നത്. ഈ സ്മൃതിയിലാണ് എന്ത് വരുന്നത്? രാമായണവും മഹാഭാരതവും ഒക്കെ വരുന്നത്. അതോറിറ്റി ആധികാരികമായി ലോവർ ദാൻ ശ്രുതിയെക്കാളും താഴെയാണ് എന്ത് വരുന്നത്? ഈ സ്മൃതി വരുന്നത്. പക്ഷേ എങ്കിലും സ്റ്റിൽ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഗൈഡിങ് ലൈഫ്, എങ്കിലും അവ വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. എന്തിനൊക്കെ? ഗൈഡിങ് ലൈഫ്, ജീവിതങ്ങളെ നയിക്കുന്നതിലും, എത്തിക്സിലും, അതോടൊപ്പം തന്നെ റിച്വൽസ്. എത്തിക്സ് ഒക്കെ എന്താണ്? മലയാളം ഞാൻ പറയണം. ഗൈഡിങ് ലൈഫ്, ജീവിതങ്ങളെ നയിക്കുന്നതിലും, അതോടൊപ്പം തന്നെ എത്തിക്സിന്റെ മലയാളം എന്താണ്? എത്തിക്സ് എന്ന് പറഞ്ഞാല് ശരിയും തെറ്റും, നീതിശാസ്ത്രം, ധാർമ്മികത, സദാചാരം, ഇവയൊക്കെയും പറയുന്നതിലും ഒക്കെ ഈ ടെക്സ്റ്റുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. Okay, just ഒരു മിനിറ്റ്. സ്മൃതിയെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലോ. അപ്പൊ അത് അവരത് പ്രാധാന്യമുള്ളതാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ ഏറ്റവും വളരെ ശ്രുതി കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് സ്മൃതി എന്നുള്ളത്. ഓക്കെ, അപ്പോ അതാണ് അത്രയും ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ഓക്കെ, നമ്മൾ എവിടെ എത്തി? എവിടെന്നാ പോയത്? The selected text refers to a significant event in the Indian epic Mahabharata, which is one of the 2 major Sanskrit epics of ancient India. The phrase of court intrigues and the disrobing of a woman of a gentle birth till a grand battle. The phrase of court intrigues and the disrobing of a gentle birth till a grand battle between cousins is waged encapsulates the central conflict and dramatic turning points in the epic. ഇനി എന്താണ് അതൊക്കെ നോക്കാം. കോർട്ട് ഇൻട്രിഗ്സ്. എന്താണ് ഈ കോർട്ട് ഇൻട്രിഗ്സ് എന്ന് വെച്ചാല് ഈ മഹാഭാരതത്തിൽ എന്തുണ്ട്? അപ്പൊ ഓർക്കണം, മഹാഭാരതം എന്താണ്?
അത് സ്മൃതിയാണ്, ശ്രുതി അല്ലെന്ന് ഓർക്കണം. ദ മഹാഭാരത അപ്പൊ സ്മൃതിയിൽ എന്താ, എങ്ങനെയാണ് അവര് അത് റിമെമ്പേർഡ്, ഓർത്തെടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ദ മഹാഭാരത ഈസ് ഫിൽഡ് വിത്ത് പൊളിറ്റിക്കൽ ആൻഡ് ഫെമിലിയൽ ഇൻട്രിഗ്സ്. അപ്പൊ ഈ മഹാഭാരതത്തിനകത്ത് ഒത്തിരി എന്തുണ്ട്, പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായതും, ഫെമിലിയൽ എന്ന് വെച്ചാൽ എന്താണ്, കുടുംബപരമായിട്ടുള്ളതുമായ പ്രശ്നങ്ങളെ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് കഴിയും. കുടുംബപരമായിട്ടുള്ള ഇൻട്രീഗ്സ് എന്ന് വെച്ചാൽ ചതികളും വഞ്ചനകളും ഒക്കെ നമുക്ക് ഒത്തിരി കാണാനായിട്ട് കഴിയും. പർട്ടിക്കുലർലി പ്രാധാന്യത്തോടുകൂടി ആര് തമ്മിലുള്ളതാണ്, ബിറ്റ്വീൻ ദ കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. ഇതിനകത്ത് വരുന്നത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ളതാണ്. ടു ബ്രാഞ്ചസ് ഓഫ് ദ സെയിം റോയൽ ഫാമിലി. ഒരേ രാജകീയ കുടുംബത്തിന്റെ തന്നെ രണ്ട് ബ്രാഞ്ചസ്, രണ്ട് ശിഖരങ്ങൾ, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളാണ്. ഒരേ കുടുംബത്തിലെ തന്നെ ഒരേ കുടുംബത്തിൽ തന്നെ പെട്ട രണ്ട് വിഭാഗങ്ങളാണ് അവര്. ദീസ് ഇൻട്രിഗ്സ് ഇൻക്ലൂഡ്, ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിനകത്ത് വരുന്നത് മാനിപ്പുലേഷൻ. ഈ ഇൻട്രിഗ്സിനകത്ത്, അതായത് ഈ കുടുംബപരമായ ചതികൾക്കകത്ത്, ചതികൾക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാണ് ചതി. അതായത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് വളരെ തന്ത്രപൂർവമായിട്ട് ആരെങ്കിലും പറ്റിക്കുക, അതിനാണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് വളരെ തന്ത്രപരമായിട്ട് ആളുകളെ പറ്റിക്കുന്നത് നമുക്കിതിൽ കാണാനായിട്ട് കഴിയും. പിന്നെ എന്തുണ്ട്, ഒരു സെക്കൻഡ്, തന്ത്രപരമായുള്ള പറ്റിക്കലുകള്, ബിട്രയൽ എന്നാണ് ചതി, പവർ സ്ട്രഗിള്, എന്താണ് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ, ഇതൊക്കെയാണ് അവസാനമായിട്ട് ദാറ്റ് ലെഡ് ടു എപ്പിക്സ് ക്ലൈമാറ്റിക് വാർ, അവസാനമായിട്ട് യുദ്ധത്തിൽ ചെന്നത് കലാശിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഡിസ്ട്രോബിങ് ഓഫ് എ വിമൺ ഓഫ് ജെന്റിൽ ബർത്ത്. എന്താണ് ജെന്റിൽ, അല്ലെങ്കിൽ വളരെ ഉന്നത കുടുംബത്തിൽ ജനിച്ചതായ ഒരു സ്ത്രീയുടെ ഡിസ്ട്രോബിങ്, അവളുടെ വസ്ത്രാക്ഷേപം. അതാരാണ്, ആരെ കുറിച്ചാണ് പറയുന്നത്, ദിസ് റെഫേഴ്സ്, ഇത് ആരെ സൂചിപ്പിക്കുന്നത്, ദ ഇൻഫേമസ് എപ്പിസോഡ് ഓഫ് ദ്രൗപദീസ് ഹ്യൂമിലിയേഷൻ. ഇത് ദ്രൗപദി ദേവിയുടെ എന്താണ് ഹ്യൂമിലിയേഷൻ, അവർക്ക് ഉണ്ടാകുന്ന വലിയ ഒരു അപമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതെവിടെ സംഭവിക്കുന്നത്, കൗരവന്മാരുടെ കൊട്ടാരത്തിലാണിത് സംഭവിക്കുന്നത്. ദ്രൗപദി ദേവി ആരാണ്, ദ വൈഫ് ഓഫ് ദ ഹൈന്ദവ വിശ്വാസപ്രകാരം ദ്രൗപദി ദേവി ആരാണ്, ദ വൈഫ് ഓഫ് ദ പാണ്ഡവാസ്, പാണ്ഡവരുടെ ഭാര്യയാണ് ആര്, ദ്രൗപദി ദേവി. അവരൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു, ഈസ് ഡിസ്റോബ്ഡ് ഇൻ പബ്ലിക്, അവരെ പരസ്യമായി അവരെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. ആഫ്റ്റർ ദ പാണ്ഡവാസ് ലോസ് ഹർ ഇൻ എ റിജ്ഡ് ഡൈസ് ഗെയിം, ഒരു ചൂതുകളിയിൽ അവളെ എന്താണ് അവരുടെ ഭാര്യ നഷ്ടപ്പെട്ട അനന്തരം എന്ത് ചെയ്യപ്പെടുന്നു, അവരെ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു. ദിസ് ആക്ട് ഓഫ് ഡിസ്ഓണർ, ഇപ്രകാരമുള്ളതായ ഈ പ്രവൃത്തി ബിക്കംസ് എ പിവറ്റൽ മൊമെന്റ് ഇൻ ദ എപ്പിക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിവറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന വാക്കിന്റെ മറ്റൊരിതാണ് പിവറ്റൽ. ഇതുപോലെ ഒരുപാട് വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ച് എക്സാമിന് ഉപയോഗിച്ചാല് മാർക്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കംസ് എ പിവറ്റൽ മൊമെന്റ് ഇൻ ദ എപ്പിക്, ഈ മഹാകാവ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഇത് മാറ്റപ്പെടുന്നു. സിംബലൈസിങ്, എന്തിന്റെ പ്രതീകമാണ്, ദ മോറൽ ഡിഗ്രഡേഷൻ, ധാർമ്മികമായ അധപ്പതനത്തിന്റെയും, ഓഫ് ദ കൗരവാസ്, കൗരവരുടെ ധാർമ്മിക അധപ്പതനത്തിന്റെയും, ആൻഡ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദ ഇവൻച്വൽ വാർ, അപ്രകാരം ആ യുദ്ധത്തിലേക്ക് അത് നീക്കപ്പെടുന്നു. അടുത്തൊരു കാര്യം കൂടെ, ഗ്രാൻഡ് ബാറ്റിൽ ബിറ്റ്വീൻ കസിൻസ് തമ്മിലുള്ള വലിയ യുദ്ധം. ഇവിടെ എന്താ പറയുന്നത്, ദ കൾമിനേഷൻ ഓഫ് ദ മഹാഭാരത ഈസ് ദ കുരുക്ഷേത്ര വാർ, എ മാസീവ് ബാറ്റിൽ ബിറ്റ്വീൻ ദ കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. അപ്പൊ ഇവിടെ എന്താണ്, മഹാഭാരതത്തിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് എന്തോന്നാണ്, കുരുക്ഷേത്ര വാർ. കൾമിനേഷൻ മീൻസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓർ ഫൈനൽ റിസൾട്ട്. അപ്പൊ അതിന്റെ അവസാനം എന്ന് പറയുന്നത്, എന്താണ്, ഈ കുരുക്ഷേത്ര യുദ്ധമാണ്. എ മാസീവ് ബാറ്റിൽ ബിറ്റ്വീൻ ദ കൗരവാസ് ആൻഡ് ദ പാണ്ഡവാസ്, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഭയങ്കരമായ യുദ്ധത്തിലാണ് അത് കലാശിക്കുന്നത്. ദിസ് വാർ, ഈ യുദ്ധം, ഈസ് ഫോർട്ട് ഓവർ ദ റൈറ്റ്ഫുൾ ക്ലെയിം ടു ദ ത്രോൺ ആൻഡ് ഈസ് മാർക്ക്ഡ് ബൈ, അപ്പൊ ഇതൊരു എന്താണ്, ത്രോൺ എന്ന വാക്കിന്റെ കറക്റ്റ് അർത്ഥം നോക്കിക്കോട്ടെ.
സിംഹാസനം, സിംഹാസനം. അപ്പൊ ഇത് ഇപ്പം എന്താണ് റൈറ്റ്ഫുൾ ക്ലെയിം ടു ദ ത്രോൺ, ആ സിംഹാസനം ആർക്ക് അവകാശപ്പെട്ടത് എന്നുള്ളതിന് വേണ്ടിയുള്ള യുദ്ധമാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് പറയുന്ന പ്രധാന കാര്യങ്ങൾ ഡ്യൂട്ടി, ഉത്തരവാദിത്വങ്ങൾ, റൈറ്റ്യസ്നെസ്, നീതി, കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യന്റെ പ്രവർത്തികളുടെ പരിണിത ഫലങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും. ദ സെലക്ടഡ് ടെക്സ്റ്റ് ഹൈലൈറ്റ്സ്, നമ്മൾ ഇവിടെ പറഞ്ഞതായ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതായ ഈ ടെക്സ്റ്റ് എന്തിനാണ് പറയുന്നത്? ഡ്രമാറ്റിക് ആൻഡ് മോറൽ കോംപ്ലക്സിറ്റീസ് ഓഫ് മഹാഭാരത, ഷോകേസിംഗ് ഹൗ പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ conflicts escalate into a devastating war that has profound implications for all involved. So അപ്പൊ അത് അത്രയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, എഴുതി വെച്ച് എനിക്ക് തരിക. കാരണം ഇതെല്ലാം നമ്മൾ ഈ പഠിക്കുന്ന പാഠത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവശ്യമായിട്ട് വരും. ഓക്കെ.